ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റേഷ്മയാണ് കേട്ടോ. ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്നെന്ന് പറഞ്ഞാൽ നവംബർ 17. അന്ന് ഞങ്ങളുടെ കുടുംബസംഗമം നടക്കുന്ന ദിവസമായിരുന്നു, കുടുംബയോഗം. ഏകദേശം ഒരു 2-2.5 വർഷമായിട്ട് എല്ലാവരും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ മാറി മറിഞ്ഞു പോയി. പിന്നെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും, അതും ഇങ്ങനെ എല്ലാം ഒരു തടസ്സങ്ങളായിരുന്നു. എന്താണെങ്കിലും ഒടുവിൽ നവംബർ 17 ആ ഒരു ദിവസം വന്നെത്തിട്ടോ. ഇത് ഡാഡിയുടെ ചാച്ചൻ്റെ അനിയൻ്റെ മോൻ്റെ വീടാണ് കേട്ടോ. ഷിബു എന്നാണ് പേര്. ഷിബു പാപ്പൻ്റെ വീടാണിത്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ചെന്നലോട് പള്ളിയിൽ വെച്ചിട്ട് 2 മണിക്കൊരു കുർബാനയുണ്ടായിരുന്നു. നമ്മുടെ അഖിലച്ചൻ തന്നെയായിരുന്നു, നമ്മുടെ കുന്നത്ത് ഫാമിലിയിലെ അംഗമായ അഖിലച്ചൻ തന്നെയായിരുന്നു കുർബാനയൊക്കെ ചൊല്ലിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 3-3:30 ആയപ്പോഴത്തേക്കും നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. പിന്നെ ഇവിടെ വന്ന് നമ്മൾ കയറിയപ്പം ഒരു ചായയും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അധികം താമസിക്കാതെ തന്നെ ഒരു 3:45-4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പ്രോഗ്രാം തുടങ്ങി കേട്ടോ. നമ്മുടെ കുടുംബാംഗങ്ങൾ ഏകദേശം ചെന്നലോട്, കുറുമ്പാല, പിന്നെ കാവുമന്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോട്ടത്തറ ആ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കുറുമ്പാല പള്ളിയത്തെ അച്ഛനെയും ചെന്നലോട് പള്ളിയത്തെ അച്ഛനെയും അതുപോലെ തന്നെ നമ്മുടെ കോട്ടത്തറയിലെ പള്ളിയിലെ അച്ഛനെയും വിളിച്ചു. പക്ഷെ നമ്മുടെ പള്ളിയിലെ അച്ഛന് മാത്രം വരാൻ പറ്റിയില്ല. കോട്ടത്തറ പള്ളിയിലെ അച്ഛന് മാത്രം വരാൻ പറ്റിയില്ല. ബാക്കി ഞങ്ങളെല്ലാവരും ബാക്കി പള്ളിയിലെ അച്ഛൻ ഞായറാഴ്ച ആയെങ്കിൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇത് അച്ഛന്മാരാണ് നിൽക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും വിചാരിച്ച പോലെ തന്നെ അത്യാവശ്യം നാട്ടിലുള്ള ആൾക്കാർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഒരുപാട് സന്തോഷമായി. ഒരുപാട് ആൾക്കാരെ കാണാനും പറ്റിട്ടോ. ഇത് ബിജു പാപ്പനാണ്, ഈ പറഞ്ഞ ഷിബു പാപ്പനില്ലേ, ഷിബു പാപ്പൻ്റെ നേരെ ചേട്ടൻ ആണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ഏകദേശമൊക്കെ തുടങ്ങി. നമ്മുടെ മറ്റേ ജോബി അച്ഛനും ജോജോ അച്ഛനും പിന്നെ അഖിലച്ഛൻ, പിന്നെ ഇപ്പം നിലവിലുള്ള പ്രായമായ കാരണന്മാർ, ജീവിച്ചിരിക്കുന്ന കാരണവന്മാരെയും കൂടി ആദരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെയാണ് ഈ സ്റ്റേജിലിരിക്കുന്നത് കേട്ടോ. അതുകൂടാതെ തന്നെ ബിജു എന്ന് പറഞ്ഞ പാപ്പൻ നമ്മുടെ ജസ്റ്റ് ഒരു ചരിത്രം പറയുകയാണ്. നമ്മുടെ കുന്നത്ത് ഫാമിലിയിലെ ആദ്യമുള്ള ആൾക്കാർ ഇവിടെ എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിച്ചത്, അവരെത്ര മക്കളായിരുന്നു. ആ ഒരു ഫ്ലെക്സ് അടിച്ചേക്കുന്നത് കണ്ടോ. അവരൊരു 11 പേരുണ്ട്. നമ്മുടെ മരിച്ചുപോയ നമ്മുടെ കാരണവന്മാരാണ് കേട്ടോ. അപ്പം കിട്ടിയവരുടെ ഫോട്ടോ, ആദ്യത്തെ ആളുടെ ഫോട്ടോ തൊട്ടുണ്ട്. അപ്പം ആ ആൾ വന്നപ്പോൾ തൊട്ടുള്ള നമ്മുടെ ചരിത്രങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരുന്നു വന്നത്, എത്ര കഷ്ടപ്പെട്ടിട്ടായിരുന്നു, അവരെത്ര മക്കളുണ്ടായിരുന്നു, അവിടെ നിന്ന് നമ്മൾ ഇവിടം വരെ എത്തിയതിൻ്റെ ആ ഒരു ഏകദേശം ഒരു കഥ നമുക്ക് ചെറുതായിട്ടാണെങ്കിലും അത് പറഞ്ഞു തന്നു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടപ്പോഴായിരുന്നു ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ അന്നൊക്കെ എങ്ങനെയാണ് ജീവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. ജസ്റ്റ് ആ വേർണും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ സംസാരിക്കുന്നത് സണ്ണിച്ചാച്ചനാണ് കേട്ടോ. സണ്ണിച്ചാച്ചനായിരുന്നു അധ്യക്ഷനായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്തായിട്ട് സ്റ്റേജിലോട്ട് വിളിക്കുന്ന അങ്ങനത്തെ പരിപാടിയെല്ലാം സണ്ണിച്ചാച്ചൻ തന്നെയായിരുന്നു. അത് ഡാഡിയുടെ അനിയനാണ് കേട്ടോ. സണ്ണി എന്നാണ് പേര്. അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചെന്നലോട് പള്ളിയത്തെ അച്ഛനായ ജോബി അച്ഛനായിരുന്നു. ഇതാണ് ജോബി അച്ഛൻ. ജോബി അച്ഛൻ ആണെങ്കിലും നമുക്ക് നല്ലൊരു പ്രസംഗമൊക്കെ തന്നു. ഈ വർഷം 2024 വർഷം എന്ന് പറയുന്നത് കുടുംബ വർഷം അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വർഷത്തിൽ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിച്ചതിലാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. അത് അച്ഛൻ പറയുമ്പോഴാണ് അറിയുന്നത്. ഇത് ഞാനും ഉണ്ണിപ്പെണ്ണുമാണ്. ഞങ്ങളുടെ ഫോട്ടോസ് എങ്ങനെയാണെന്ന് പറഞ്ഞാലും കിട്ടാറില്ല. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെങ്കിലും കിട്ടാറില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും അത് മിസ്സായി പോകരുതെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളുടെ സെൽഫി ആയിട്ടാണെങ്കിൽ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എടുത്തതാണ് കേട്ടോ. ഇത് ഇപ്പോഴും സന്ധ്യ ആയിട്ടില്ല, ഇനിയും കുറച്ച് പേരും കൂടി വരാനുണ്ട്. എന്നാൽ പോലും ഇവിടെ അടുത്തുള്ള ഞങ്ങളെല്ലാവരും കൂടെ നേരെ കുർബാനയ്ക്ക് പോയി അങ്ങനെ ഞങ്ങളിങ്ങോട്ടേക്ക് വരുവാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണെങ്കിലും ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി. പിന്നെ നിലവിളക്കെല്ലാം കത്തിച്ച് പ്രോഗ്രാം വന്ന് ജസ്റ്റ് നമ്മൾ തന്നെയാണ്, നമ്മുടെ കുടുംബാംഗങ്ങളെ തന്നെയാണെങ്കിൽ പോലും ഒരു പരിപാടി തുടങ്ങുന്നതല്ലേ, ദീപം തെളിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മളെന്താണെങ്കിലും നിലവിളക്കും കാര്യങ്ങളെല്ലാം കത്തിച്ച് പരിപാടി തുടങ്ങി. നമ്മുടെ കുറുമ്പാലയിലെ അച്ഛന് ജോജോ അച്ഛൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു. പക്ഷേ അതെൻ്റെ ഇത് മിസ്സായിപ്പോയി. അച്ഛൻ്റെ നല്ല പ്രസംഗമായിരുന്നു. ഇത് അഖിലച്ഛൻ, ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഇടവകയല്ല, നമ്മുടെ കുടുംബത്തിലെ അച്ഛനാണിത്, അഖിലച്ഛൻ. അപ്പോൾ അഖിലച്ഛനാണെങ്കിലും ഇന്നലെ വന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി തന്നെ എല്ലാവരും വന്നതാണ് കേട്ടോ. അച്ഛൻ്റെ വകയാണെങ്കിലും അച്ഛൻ നല്ല കോമഡിയാണ്. ആൾക്കാരെ കയ്യിൽ എങ്ങനെ ഇരുത്തണം എന്നൊക്കെ അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനായതുകൊണ്ട് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അടിപൊളി പ്രസംഗമായിരുന്നു അച്ഛൻ്റെ വക. അച്ഛനൊരു പാട്ടും ഒക്കെ വെച്ചിട്ടാണ് ഓരോ മീൻസ് എങ്ങനെ ആൾക്കാരെ ഇരുത്തണം, അല്ലെങ്കിൽ വേദി എങ്ങനെ, സദസ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അച്ഛന് നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അച്ഛനാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പറഞ്ഞു. അടിപൊളിയായിരുന്നു. ഏകദേശം ഒരു 200ഓളം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഉണ്ടായിരുന്നത് നമ്മുടെ കാർന്നോമാരെ ആദരിക്കലായിരുന്നു. ഇത് ഇപ്പോൾ എഴുന്നേറ്റതില്ലേ, അത് മേരിയളാമ്മയാണ് കേട്ടോ. ഞാനീ പറഞ്ഞ ഷിബു പാപ്പൻ, ബിജു പാപ്പൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അവരുടെ അമ്മയാണ് കേട്ടോ ഇത്. ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ജീവനോടെയുള്ള ഒരു മുതിർന്ന
ആളെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളെന്ന് വേണമെങ്കിൽ പറയാം മേരിയളാമ്മ. അപ്പം ആ എളാമേനെയാണെങ്കിലും നമ്മൾ പൊന്നാട അണിയിച്ചു. അപ്പം അതിൻ്റെ അപ്പുറത്ത് സാരി ഉടുത്തിട്ടുള്ളത് തുരുത്തിക്കര എളാമയാണ് കേട്ടോ. അപ്പം എളാമേനെയും ഈ പറഞ്ഞ പോലെ തന്നെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കുന്നത്ത് ഫാമിലിയിൽ തന്നെ ഒരുപാട് എന്താ പറയുക പ്രഗത്ഭരായ ആൾക്കാരുണ്ട്. ജില്ലാ തലത്തിലും അങ്ങനെ സ്പോർട്സ് അല്ലെങ്കിൽ അല്ലാണ്ട് എല്ലാ തരത്തിലും ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്. ജില്ലാതലം പഠിത്തത്തിലുമാണെങ്കിലും എല്ലാ മേഖലയിലും. അപ്പോൾ അങ്ങനെ കഴിവുള്ള കുഞ്ഞുങ്ങളെ ആദരിക്കുന്ന അവർക്കൊരു ജസ്റ്റ് ഒരു മെമൻറ്റോ കൊടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു അടുത്തതായിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ പിള്ളേരൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ കുടുംബമാണെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എത്ര നല്ല മിടുക്കരാണെന്നറിയാമോ ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇച്ചായനും കിട്ടിയ ഒരു മെമൻറ്റോ, അത് വേറെ ഒന്നിനുമല്ല, ഏഴാം ഭ്രാന്തൻ എന്ന് പറയുന്ന നോവൽ എഴുതിയതിൻ്റെ പേരിൽ ഇച്ചായനും കിട്ടിയ ഒരു ചെറിയൊരു ആദരവ്. അപ്പോൾ അങ്ങനെ ആ മെമൻറ്റോ എല്ലാം കഴിഞ്ഞു. അതിന് ശേഷം ഇച്ചായൻ്റെ വക ചെറിയൊരു സ്പീച്ചും ഉണ്ടായിരുന്നു. അപ്പം സാധാരണ അങ്ങനെ മൈക്കിൽ പറയുന്നത് പേടിയില്ലാത്ത വ്യക്തിയാണ് കേട്ടോ ഇച്ചായൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ ഇച്ചായൻ മാത്രമല്ല കുന്നത്ത് ഫാമിലിയിലെ എല്ലാവരും ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ മൈക്കിൽ കൂടെ സംസാരിക്കാൻ ഒരു പേടിയില്ലാത്ത വ്യക്തികളാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ സണ്ണി ചാച്ചൻ ഡാഡിയുടെ അനിയനാണ്. അപ്പം അതിനുശേഷം സണ്ണി ചാച്ചൻ്റെ വകയും പ്രസംഗം ഉണ്ടായിരുന്നു. ഡാഡിയുടെ മറ്റൊരു അനിയനായ ജോർജ് എന്നാണ് പേര്. ഞങ്ങൾ ജോറാഞ്ഞ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇതാണ് ജോറാഞ്ഞ കേട്ടോ. എന്താണെങ്കിലും അവർ ജസ്റ്റ് ഒരു ചെറിയൊരു കഥ പറഞ്ഞ് ഒരു സന്ദേശമാക്കി, ഒരു കൂട്ടുകുടുംബത്തിൻ്റെ സന്ദേശം എല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ വകയും ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും സമാപനമൊക്കെ പറഞ്ഞിട്ട് വളരെ എന്താ പറയുക അടിപൊളിയായിട്ട് നമ്മുടെ ആ ജസ്റ്റ് ഇപ്പോഴത്തെ പരിപാടി അവസാനിപ്പിച്ചെന്നല്ല, പ്രസംഗവും അങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഭക്ഷണമായിരുന്നു. ഏകദേശം ഒരു 6:30-7 മണി ആവാനായിരുന്നു കേട്ടോ. നമുക്ക് ബീഫ് ബിരിയാണിയും അതുപോലെ ചോറുമായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നത്. അപ്പം ഈ സമയത്തിന് നമ്മളെല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ചു. അതുകൂടാതെ തന്നെ പാട്ട് പാടാനുള്ള അവസരം ഉണ്ടായിരുന്നു. പാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ സാധാ പാട്ടല്ല, എല്ലാവരും കരോക്കെയൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇവിടെ ഈ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേര് പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഡാഡിയുടെ അനിയൻ്റെ പിള്ളേരാണ് കേട്ടോ. ഹാർലി, ജോണി, അങ്ങനെ നമ്മുടെ ആൾക്കാരാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ പാട്ട് പാടാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇത് അഖിലച്ചനും മറ്റേത് നമ്മുടെ ഫാമിലി തന്നെ ഷോൺ എന്നാന്ന് തോന്നുന്നു, അടുത്ത അച്ഛനാവാനുള്ള കുട്ടിയാണ് കേട്ടോ. അത് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പാട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആവുകയും ചെയ്യും, ഒരു ബോറിങ് ആവത്തുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പാട്ടുകൾ ഒരു സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി നമ്മൾ കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നു. അതായത് പരിചയപ്പെടുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നു നേരിട്ട്. ഒരുപാട് പേര് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, എനിക്ക് പരിചയമേ ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ മമ്മിയാണെങ്കിലും എല്ലായിടത്തും കൊണ്ട് നടന്ന് പരിചയപ്പെടുത്തി കൊടുത്തന്നു, ഇത് നമ്മുടെ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു, പരിചയപ്പെട്ടു. അപ്പോൾ അങ്ങനെ എന്തായാലും കുറേ ആൾക്കാരെ അറിയാനൊക്കെ പറ്റി. അപ്പം ഈ സമയം കൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം എല്ലാം കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു 2 വർഷത്തോളമായി ഈ പ്രോഗ്രാം നടക്കുന്നതിനെപ്പറ്റി ആലോചന തുടങ്ങിയെങ്കിലും അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല. അത് വർഷങ്ങളായിട്ട് നമ്മളത് എന്നും കൈകാര്യം ചെയ്യുന്നൊരു പരിപാടി എന്ന ആ ഒരു ലാഘവത്തോടെയായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു പുതുമയൊന്നും നമുക്കിതിൽ തോന്നിയതേ ഇല്ല. അപ്പം എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ച് പരിചയപ്പെട്ടു. ഇത് ഹാർലി, അത് ജോണി. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പരിചയമുള്ളവരെ ആരാണ്, എന്താണ്, ഇപ്പം എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ആകെ മാറിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ ഇത്രയും ആൾക്കാരുള്ള അല്ലെങ്കിൽ ഇത്രയും അംഗബലമുള്ള ആൾക്കാരാണ് നമ്മളെന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഞായറാഴ്ച എല്ലാവർക്കും തിരക്കുള്ള ദിവസമാണെങ്കിലും ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമുക്കായിട്ട് വന്നു എന്നുള്ളതാണ് എല്ലാവരും. അതുപോലെ തന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഓരോ കുടുംബങ്ങളെ വെച്ചിട്ട് പരിചയപ്പെടുത്തലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഫോണിൻ്റെ ക്യാമറയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കത് ഇങ്ങനെ ബ്ലറായി പോകുന്നുണ്ട്, എന്താ സംഭവം എന്നറിയത്തില്ല. അപ്പം ഇതാണ് അഖിലച്ചൻ്റെ ഫാമിലി. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ പേര് വിളിച്ച് പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർ കൈ പൊക്കും. ആരുടെയാണോ ഇപ്പോൾ പേര് വിളിച്ചത് അവർ കൈ പൊക്കും കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് കുടുംബത്തിലെ ആളാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ഈ ഫാമിലിയിലെ ആണല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങനെ ഓരോരുത്തരെയും സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ പറ്റി. മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കും. ഈ ഉള്ള ആൾക്കാരുടെ ഇത്രയും വെച്ചിട്ടുള്ള ഫോട്ടോസും എടുക്കും. അപ്പം ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തെ നമ്മുടെ കുടുംബയോഗം നടക്കുമ്പം ഒരു കുടുംബ ഡയറക്ടറി തയ്യാറാക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഓരോ കുടുംബത്തിലെയും ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതിയല്ലോ, എന്താണ് ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വിവരങ്ങളുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഫോൺ നമ്പറും ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ
ആ ബുക്ക് തുറന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കിനും അങ്ങനെയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുത്ത്. പിന്നെ ഒരു മെമ്മറി ആണല്ലോ എല്ലാവരും കൂടി കൂടിയ ഒരു ദിവസമാകുമ്പോൾ എന്താണെങ്കിലും തീർച്ചയായിട്ടും ഒരു മെമ്മറി ആവും. അപ്പോൾ അങ്ങനെ ഓരോ കുടുംബത്തിലെ ആൾക്കാർ നോക്കുമ്പോൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നില്ല, അത്രയും ആൾക്കാരാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും എല്ലാവരെയും കാണാൻ പറ്റി, എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി. ഞങ്ങളുടെ മാത്രം വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ആദ്യം ഞങ്ങളായിരുന്നു ഇരുന്നത്. പരിചയപ്പെടാൻ വേണ്ടി കയറുന്നത്. ആദ്യം ഭക്ഷണം കഴിച്ചതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റി. അതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലിയുടെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. സാരമില്ല, എന്തായാലും ബാക്കിയുള്ള എല്ലാവരുടെയും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റി. ഇപ്പോഴത്തേക്കും സമയം ഏകദേശം ഒരു 8 മണി 8:30 ആയിരുന്നു കേട്ടോ. എത്ര സമയം വരെ ആകുമെന്ന് അറിയത്തില്ല, ഫസ്റ്റത്തെ പ്രോഗ്രാം ആയതുകൊണ്ട്. എന്നാലും നമ്മളൊരു 8 മണി 8:30 ആയിരുന്നു പ്രതീക്ഷിച്ചത്. എന്തായാലും ആ ഒരു സമയം തന്നെ ഇപ്പോഴും ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ടും ഇനിയും പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്. കാരണം ഒരുപാട് പേര് പാട്ടൊക്കെ പഠിച്ച് തയ്യാറായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആരെങ്കിലും പോകുന്നവരുണ്ടോ, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, പരിചയപ്പെടലൊക്കെ നടത്താം എന്ന് പറഞ്ഞു. അതുമാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെറിയൊരു കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരുന്നു കേട്ടോ. അതും ഉണ്ടായിരുന്നു, ഒരു 10-15 മിനിറ്റിന് മേലെ ഉണ്ടായിരുന്നു. കരിമരുന്ന് പ്രയോഗവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ടോ ഇനിയും ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ, ലേറ്റ് ആയതുകൊണ്ട്. പ്രോഗ്രാം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മൾ കവറപ്പ് ചെയ്തു. അപ്പോൾ എന്താണെങ്കിലും അതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച ഒരു ദിവസമായിരുന്നു. അത് വിചാരിച്ചതിനേക്കാളും അതിലും മേലെ അടിപൊളിയാക്കാൻ സാധിച്ചു എന്ന് തന്നെയായിരുന്നു. എല്ലാവർക്കും സന്തോഷം. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ ചെറിയൊരു സന്തോഷം അത് നിങ്ങളെ അറിയിക്കുക, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഞാനിതുപോലെ ഞങ്ങളുടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെയും ബായ്.